ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്. നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൻ്റെ റീഡിംഗ് ആണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ് ആൻഡ് ഫ്യൂച്ചർ ആക്ഷൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി ഈ ഒരു റീഡിങ്ങിലേക്ക് കണക്ട് ചെയ്യുക. ഒന്ന് ഡീപ്പായിട്ട് ബ്രീത്ത് എടുത്ത് അല്പമൊന്ന് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ എപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നതും അവരോടൊപ്പം ചിലവഴിച്ച ആ സന്തോഷകരമായ നിമിഷങ്ങളും ഒപ്പം അവരുടെ ആ ഒരു മനോഹരമായ പേരും നിങ്ങളുടെ മനസ്സിൽ ഓർക്കുക. തികച്ചും പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ദ കറന്റ് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ. ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ദ ഹയറോഫൻ്റ് ആണ്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരു സാമൂഹികമായ ചട്ടങ്ങൾ, മോറൽ വാല്യൂസ്, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്, ട്രഡീഷൻ ഇവയുടെ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി കാണുന്നു. അവൻ അല്ലെങ്കിൽ അവർക്കറിയാം ഈ ഒരു ബന്ധം ശരിയല്ല, ഇത് തെറ്റായ വഴിയാണ്. പക്ഷേ ഹൃദയം അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഇതൊരു മൈൻഡ് വേഴ്സസ് ഹേർട്ട് വാർ ആണ് നടക്കുന്നത്. മനസ്സ് പറയുന്നു ഇത് അവസാനിപ്പിച്ചേ മതിയാകൂ. എന്നാൽ അവരുടെ ആ ഒരു ഹൃദയം പറയുന്നുണ്ട് അവൻ അല്ലെങ്കിൽ അവളെ വിട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ഏസ് ഓഫ് കപ്സ് ആണ്. ഇതൊരു പ്യുവറായിട്ടുള്ള വളരെ ആഴത്തിലുള്ള ഒരു ഇമോഷണൽ ലവ് കാർഡാണ്. അവർക്ക് നിങ്ങളോട് വളരെ ആഴത്തിലുള്ള സ്നേഹം ഉണ്ട്. ഇതൊരു സൂപ്പർഫിഷ്യലായിട്ടുള്ള ഒരു അട്രാക്ഷൻ അല്ല, ഫിസിക്കൽ റിലേഷൻഷിപ്പ് മാത്രമല്ല. ഇതൊരു ഇമോഷണൽ ബോണ്ടിങ് ഉള്ള, സോൾ കണക്ഷനുള്ള ഒരു ഹേർട്ട് ലെവൽ ലവ് ആണെന്ന് കാണിക്കുന്നു. നിങ്ങളെ അവർ കാണുമ്പോൾ അവർക്കൊരു മനസ്സിനൊരു ശാന്തതയുണ്ട്. ഹൃദയം സുരക്ഷിതമായതുപോലെ അവർക്ക് തോന്നുന്നുണ്ട്. സ്വന്തം ആളെ കണ്ട ഒരു സന്തോഷം അവർ അനുഭവിക്കുന്നു. നെക്സ്റ്റ് കാർഡ് 5 ഓഫ് പെന്റക്കിൾസ് ആണ്. ഇതാണ് അവരുടെ ഉള്ളിലെ ഏറ്റവും വലിയ ഒരു പെയിൻ എന്ന് പറയാം. അവരിപ്പോൾ ഒരു ഇമോഷണൽ ലോൺലെസ്സിലൂടെ പോകുന്നു. ഒരു ഗിൽറ്റ് ഫീലിംഗ്, ഒരു ഭയം, ഒരു ഉപേക്ഷിക്കപ്പെട്ടതുപോലെയുള്ള ഒരു പെയിൻ, ഇതെല്ലാം അനുഭവിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർക്ക് തോന്നുന്നുണ്ട് എല്ലാം എനിക്കുണ്ടെങ്കിലും ഞാൻ ഉള്ളിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു. എവിടെയൊക്കെ സന്തോഷത്തിനായിട്ട് അവർ പോകുന്നുണ്ടേ എങ്കിൽ തന്നെയും ഇമോഷണലായിട്ടുള്ളൊരു ഫുൾഫിൽമെൻറ്റ് അവർക്ക് കിട്ടുന്നില്ല. നിങ്ങളാണ് അവർക്കുള്ളൊരു ഇമോഷണൽ വാംത് എന്ന് പറയാം. പക്ഷേ അവർക്ക് വലിയൊരു ഗിൽറ്റുണ്ട്, ഞാൻ ഒരാളെ വേദനിപ്പിക്കുകയല്ലേ എന്ന ഒരു കുറ്റബോധം. 8 ഓഫ് കപ്സ് ഒരു പവർഫുള്ളായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റിനെ സൂചിപ്പിക്കുന്നു, ഒരു തർക്കം. ഈ ഒരു ബന്ധത്തിൽ നിന്നും വിട്ടുപോകാൻ അവർ ഒരിക്കൽ ശ്രമിച്ചിരുന്നു. പക്ഷേ സത്യം എന്തെന്നാൽ വിട്ടുപോയിട്ടും മനസ്സിപ്പോഴും നിങ്ങളോടൊപ്പമാണ്. ഇതൊരു ഫിസിക്കൽ ഡിസ്റ്റൻസ് മാത്രമാണെന്ന് കാണിക്കുന്നു. ഇമോഷണലായിട്ടുള്ള ഡിസ്കണക്ഷൻ ഇവിടെയില്ല. അവരുടെ ഉള്ളിൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു യുദ്ധം നടക്കുകയാണ്. വിട്ടുപോകണോ തുടരണോ എന്നുള്ള ഒരു യുദ്ധം. അടുത്തതായി നമുക്ക് നിങ്ങളുടെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് നൈറ്റ് ഓഫ് വോൺസ് ആണ്. നിങ്ങളുടെ ഫീലിംഗ് എന്നത് വളരെ ആഴത്തിലുള്ള, വളരെ പാഷനേറ്റ് ആയിട്ടുള്ള, ഇമ്പൾസീവായിട്ടുള്ള വികാരത്തിനെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ ഈ ഒരു ബന്ധം ഹേർട്ട് ആൻഡ് സോൾ കൊണ്ട് അനുഭവിക്കുന്നു. നിങ്ങൾക്കിതൊരു കാഷ്വൽ കണക്ഷനേ അല്ല. നിങ്ങൾക്കുള്ളിൽ ശരിക്കും ഒരു ഫയർ എനർജി ഉണ്ട്. ഇതെങ്ങനെയും നേടിയെടുക്കണം, ഇത് നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് നിങ്ങളുടെ മൈൻഡ് പറയുന്നു. നെക്സ്റ്റ് കാർഡ് 4 ഓഫ് വോൺസ് ആണ്. നിങ്ങൾ ഈ ഒരു ബന്ധത്തെ ഒരു ഫ്യൂച്ചർ സ്റ്റെബിലിറ്റി മോഡിൽ കാണാൻ ആഗ്രഹിക്കുന്നു. ഒരു ഹോം ഫീലിംഗ്, ഒരു മാരേജ് എനർജി, ലൈഫ് പാർട്ണർഷിപ്പ് എന്ന നിലയിലാണ് നിങ്ങൾ ഈ ഒരു ബന്ധത്തെ കാണുന്നത്. ആ ഒരു നിയർ ഫ്യൂച്ചറിനെ പറ്റി നിങ്ങൾ സ്വപ്നം കാണാറുണ്ട്. നമ്മൾ ഓപ്പൺലി ഒരിക്കൽ ഒരുമിച്ച് ജീവിക്കുമോ? നിങ്ങൾ അവരെ നിങ്ങളുടെ ഒരു സേഫ് പ്ലേസ് ആയിട്ടും അതുപോലെ തന്നെ ഒരു സോൾ ഹോം ആയിട്ടും ഒക്കെ കാണുന്നു. നെക്സ്റ്റ് കാർഡ് ഒരു കൺഫ്യൂഷൻ കാർഡ് തന്നെയാണ്, ദ മൂൺ കാർഡ്. ടാരറ്റ് കാണുന്ന നിങ്ങൾക്ക് ഒരുവിധപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാതിരിക്കാം അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഒരു അൺസർട്ടനിറ്റിയെ സൂചിപ്പിക്കുന്നു, ഒരു ഭയം, കൺഫ്യൂഷൻ, ഇമോഷണൽ ആങ്സൈറ്റിയൊക്കെ സൂചിപ്പിക്കുന്ന കാർഡാണ് മൂൺ കാർഡ് എന്ന് പറയുന്നത്. ഇതൊരു ബിഗസ്റ്റ് പെയിനാണ്. നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവൻ അല്ലെങ്കിൽ അവൾ എന്നോട് സത്യം പറയുന്നുണ്ടോ? എന്നെ ഡിസീവ് ചെയ്യുന്നുണ്ടോ? ഇതൊരു ഇല്യൂഷൻ മാത്രമാണോ? ഞാൻ എന്നെ തന്നെ വേദനിപ്പിക്കുകയാണോ എന്നൊക്കെയുള്ള ഒരു കൂട്ടം ചിന്തകൾ. നിങ്ങളുടെ ഹൃദയം അവരെ വിശ്വസിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ മനസ്സ് നിങ്ങളെ സംശയത്തിലേക്ക് തള്ളുന്നു. മൂൺ കാർഡ് വരുമ്പോഴേ ഒരു സ്വസ്ഥതയില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത്. അമിതമായിട്ടുള്ള ആകാംക്ഷ, അടുത്തതായിട്ട് എന്ത് സംഭവിക്കും, എന്നെ വിട്ടുപോകുമോ, ഞാൻ ഒറ്റപ്പെടുമോ എന്നുള്ള ഒരു ഭയം എപ്പോഴും മനസ്സിനകത്ത് ഇങ്ങനെ ഭരിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അതാരായാലും ഏത് മേഖലയിൽപ്പെട്ടവരാണെങ്കിലും ദയവായി മെഡിറ്റേഷൻ അതുപോലെ തന്നെ പ്രാർത്ഥന ശക്തമാക്കുക. കാരണം ഇതിനെ കൺട്രോൾ ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ മൈൻഡ് ക്രമേണ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ പോകാൻ പാടില്ല. ശരിക്കും നിങ്ങളുടെ പ്രാർത്ഥനയും എല്ലാം തന്നെ ശക്തമാക്കുക. കാരണം ശാന്തമല്ലാത്ത മനസ്സ് എന്ന് പറയുന്നത് ചപ്പുചവറുകൾ കൂട്ടിയിട്ട ഒരു സ്ഥലം പോലെയാണ്. നമ്മളുടെ ചിന്തകളെല്ലാം തന്നെ ഡീവിയേറ്റ് ചെയ്യും, മാറും. ചുറ്റിനുമുള്ള നെഗറ്റീവ്സ് എല്ലാം തന്നെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത് പ്രാർത്ഥന അല്ലെങ്കിൽ മെഡിറ്റേഷൻ.
ഇത് ശക്തമായ ഒരു മരുന്നാണ്. ചുറ്റിനും നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ വളരെ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കാനും ഒരു തീരുമാനമെടുക്കാനും എല്ലാം തന്നെ നിങ്ങളെ പ്രാപ്തമാക്കാൻ അതിന് സാധിക്കും. നെക്സ്റ്റ് കാർഡ് 10 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരു ട്രൂ ലവ്, ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ്, ഹാപ്പി എൻഡിങ് ഇതൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കൊരു റിവെഞ്ച് വേണ്ട, നിങ്ങൾക്കൊരു ബ്രേക്കപ്പ് ഡ്രാമ ഒന്നും തന്നെ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടത് സ്നേഹമാണ്, ശാന്തമായിട്ടുള്ള ജീവിതം, ഒരു സന്തോഷമുള്ള ഒരു കുടുംബ ജീവിതം എന്ന് തന്നെ നിങ്ങൾ സ്വപ്നം കാണുന്നതായി കാണിക്കുന്നു. ജീവിതത്തിൽ എപ്പോഴൊക്കെയോ ഒറ്റപ്പെട്ടു പോയ നിങ്ങളുടെ അരികിലേക്ക് നിറയെ സ്നേഹവുമായി വന്നിട്ടുള്ള ആളുകളായിരിക്കാം അവർ എന്ന് പറയുന്നത്. പക്ഷേ ഓർക്കുക, ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പാണ്. അത് അതിൻ്റേതായിട്ടുള്ള ഒരു ബൗണ്ടറി വെച്ച് മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതല്ല എങ്കിൽ നിങ്ങളുടെയും അവരുടെയും ജീവിതം എന്ന് പറയുന്നത് നഷ്ടങ്ങളുടെ കണക്കെടുപ്പുകളായിരിക്കും ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. ആർക്കും ഒരു ദോഷമാകാതെ നിങ്ങളുടെ ഒരു സ്നേഹബന്ധം മുന്നോട്ട് പോകുമെങ്കിൽ അത് മനോഹരമായി തുടർന്നുകൊണ്ട് പോവുക. അതല്ല, മറിച്ച് നിങ്ങൾക്ക് വേദനകൾ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് ലഭിക്കുന്നത് എങ്കിൽ ദയവായി ഇത് കാണുന്നവർ ഒന്ന് മറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹവും സന്തോഷവും സമാധാനവുമില്ലാത്ത ഒരു ജീവിതം നിങ്ങൾ ഒരാൾ ചേർന്ന് എത്ര കാലം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? തിരുത്തപ്പെടേണ്ടത് തിരുത്തപ്പെട്ടേ മതിയാകൂ. അടുത്തതായി നമുക്ക് അവരുടെ ഒരു ഫ്യൂച്ചർ ആക്ഷൻ നോക്കാം. ഒരു നിയർ ഫ്യൂച്ചറിൽ അവർക്ക് എന്ത് ആക്ഷനാണ് എടുക്കാനുള്ളത് എന്ന് നോക്കാം. വന്നിരിക്കുന്ന കാർഡ് 9 ഓഫ് ഫോൺസ് ആണ്. അവരിപ്പോൾ ഒരു മെൻ്റലി എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫേസിലാണ്. ഇമോഷണലി ഒരു ഡ്രെയിൻ ഔട്ടായി ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് ഇരിക്കുന്നത്. പക്ഷേ എങ്കിൽ തന്നെ അവരിത് പെട്ടെന്നൊന്നും അവസാനിപ്പിക്കില്ല. ഇനിയും ഒരു ഫൈറ്റ് കൂടി, ഇനി കുറച്ചുകൂടി ഹോൾഡ് ഓൺ, ഇങ്ങനെ മുമ്പോട്ട് പോകട്ടെ എന്ന് തന്നെ ചിന്തിക്കുന്നു. നിങ്ങളെ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യില്ല. ബന്ധം സസ്റ്റെയിൻ ചെയ്യാൻ മാക്സിമം അവർ ശ്രമിക്കും. പക്ഷേ കമ്മിറ്റ്മെൻറ്റ് ക്ലാരിറ്റി ഉടനെ ഉണ്ടാകില്ല. അവർ ഇമോഷണലി അറ്റാച്ച്ഡ് ആണെങ്കിൽ തന്നെയും പ്രാക്ടിക്കലി അവർ ട്രാപ്ഡ് ആണ്. അതാണ് സത്യം. ഒരു ഡീപ്പായിട്ടുള്ളൊരു ഇമോഷണൽ മെസ്സേജ് ഈ ഒരു റീഡിങ്ങിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിൽ ലവ് ഉണ്ട്, അറ്റാച്ച്മെൻ്റ് ഉണ്ട്, സോൾ ബോണ്ടൊക്കെ ഉണ്ട്. ഒരു ഫ്രീഡം ഇല്ല, ഒരു ക്ലാരിറ്റി ഇല്ല, ഒരു സ്റ്റെബിലിറ്റി ഇല്ല. ഇതാണ് സത്യം. പക്ഷെ നിങ്ങളുടെ ആ ഒരു ഹൃദയം എന്നത് വളരെ പ്യുവറാണ് എന്ന് കാണിക്കുന്നു. ഒരു റിയൽ റിലേഷൻഷിപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അവൾ അല്ലെങ്കിൽ അവൻ്റെ ഒരു ലൈഫ് സിറ്റുവേഷൻ ഇപ്പോൾ അതിന് അനുകൂലമല്ല. വിഷമിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ആ ഒരു സത്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളെന്നത് ആരുടെ ഒരു സെക്കൻഡ് ഓപ്ഷൻ അല്ല. നിങ്ങളൊരു കംപ്ലീറ്റ് ലവ് അർഹിക്കുന്ന ഒരു സോളാണ്. യൂണിവേഴ്സ് നിങ്ങളെ ഒരു ബെറ്റർ ഇമോഷണൽ ഡെസ്റ്റിനിലേക്ക് നയിക്കുന്നു എന്ന് വിശ്വസിക്കുക. നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പെയിൻ അല്ലെങ്കിൽ ആ ഒരു മാനസികമായിട്ടുള്ളൊരു വേദന ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാവുന്ന ഒരു വലിയ സന്തോഷത്തിലേക്കുള്ള പ്രിപ്പറേഷനാണ് എന്ന് മനസ്സിലാക്കുക. ഇത് കുറച്ച് നാളായി പിരിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലേക്ക് പോയ ഒരു ബന്ധത്തെയാണ് ഈ കാണിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ സംശയമുണ്ടാകാം, ഞാൻ തെറ്റായ വഴിയിലാണോ? ഈ ഒരു ബന്ധം എൻ്റെ ആത്മാവിനെ നശിപ്പിക്കുമോ? നിങ്ങൾ ഒരാളെ അത്രത്തോളം സ്നേഹിച്ചു എന്നത് നിങ്ങളുടെ ഹൃദയം എത്രത്തോളം വിശാലമാണ് എന്നതിനുള്ള തെളിവാണ്. നിങ്ങൾ കൊടുത്തത് മുഴുവൻ ഹൃദയം തുറന്ന നല്ല സ്നേഹം തന്നെയാണ്. ഇത് ഒരിക്കലും നിങ്ങളുടെ ഒരു മൂല്യമൊന്നും കുറയ്ക്കുന്നില്ല. പകരം നിങ്ങൾ ഈ കൊടുക്കുന്ന ഒരു പൂർണ്ണമായ സ്നേഹം അത് അനുഭവിക്കാൻ കഴിയാത്ത ഒരാളുടെ പരിമിതിയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിങ്ങളൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അല്ല ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. ഒരുപാട് സ്നേഹം എക്സസൈഡ് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർക്ക് താങ്ങാൻ കഴിഞ്ഞില്ല എന്ന് വരും. അവർക്ക് അവരുടേതായിട്ടുള്ള ബൗണ്ടറീസ് ആൻഡ് പരിമിതികളുണ്ട്. അത് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ ബൗണ്ടറിയും പരിമിതിയും ശക്തമാക്കുക. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ പോകുന്ന ഒരു ബന്ധത്തിന് മാത്രമേ ശാശ്വതമായ ഒരു നിലനിൽപ്പുള്ളൂ. യൂണിവേഴ്സ് ഗൈഡൻസ് ആയിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഒരു കാത്തിരിപ്പിലാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു പോസ് മോഡിൽ നിന്ന് നിങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങളുടെ സമയം വളരെയേറെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ സ്കേർഡാണ് എന്ന് കാണിക്കുന്നുണ്ട്. ദയവായി നിങ്ങൾ അതിനെ റിലീസ് ചെയ്ത് വിടുക, ക്ഷമിക്കുക, ഹീൽ ചെയ്യുക, അതിനുശേഷം റൈസ് ചെയ്യുക. നിങ്ങൾ വിട്ടുകൊടുക്കുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്കായി വലിയ ഒരു അനുഗ്രഹം ഈ ഭാവിയിൽ ഒരുക്കുന്നുണ്ട്. നിങ്ങൾ ഈ അനുഭവിക്കുന്ന ഈ ഒരു കണ്ണുനീർ എന്നത് നാളെ നിങ്ങളുടെ പുഞ്ചിരിക്കൊരു കാരണമാകും. ഇതൊരു അവസാനമല്ല, ഇതൊരു ട്രാൻസ്ഫർമേഷൻ പീരീഡാണ് നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങൾക്ക് ഇനിയെങ്കിലും സത്യസന്ധമായ ഒരു സ്നേഹം ലഭിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഹൃദയം ഇനി വിഷമിക്കേണ്ട. നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു സ്നേഹം എല്ലാം തന്നെ ഡിവൈൻ തന്ന് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് റെസണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തുടർന്നും എല്ലാ ദിവസവുമുള്ള ടാരോട്ട് ഗൈഡൻസിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ഇപ്പോഴും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിവൈന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, അത് കരിയറിലായാലും അതല്ല റിലേഷൻഷിപ്പിലാണെങ്കിൽ തന്നെയും
ഈ ഒരു ജനറൽ റീഡിൻ്റെ ബേസിസിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. അങ്ങനെ ഒരു ഘട്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജിയുമായി റെസൊണേറ്റ് ചെയ്യുന്ന ഒരു ടാറോട്ട് റീഡറിനെ സമീപിച്ച് ഒരു പേഴ്സണൽ ഗൈഡൻസ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എൻ്റെ പേഴ്സണൽ ടാറോട്ട് റീഡിങ്ങിനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യുക. എൻ്റെ പേഴ്സണൽ റീഡിന് പേയ്മെൻ്റ് ഉണ്ട്. എൻ്റെ ദിവസേനയുള്ള പ്രാർത്ഥനകളിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും നാളും താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങളെ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ സമാധാനം നിറഞ്ഞ ഒരു ജീവിതം തന്ന് ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു യൂണിവേഴ്സ്.